വൈദ്യുതി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിൽബർട്ടാണ്. വില്യം ഗിൽബർട്ടാണ് വൈദ്യുതി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. എന്നാൽ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ്. ഡൈനാമോ കണ്ടെത്തിയ, ലോകത്തിൽ ആദ്യത്തെ ജനറേറ്റർ കണ്ടെത്തിയ മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വൈദ്യുത ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് ധാരാവൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന്. ഒരു വസ്തുവിന് ലഭിക്കുന്ന വൈദ്യുത ചാർജ് പുറത്തേക്ക് ഒഴുകാതെ അതിൽ തന്നെ നിലനിൽക്കുന്നതിനെയാണ് സ്ഥിതവൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് ലഭിക്കുന്ന വൈദ്യുത ചാർജ് പുറത്തേക്ക് ഒഴുകാതെ അതിൽ തന്നെ നിലനിൽക്കുന്നതിനെയാണ് സ്ഥിതവൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് കറണ്ട് എന്ന് പറയുന്നത്. മേഘങ്ങളിൽ സ്ഥിതവൈദ്യുതിയുടെ പ്രവാഹം കാരണമാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മേഘങ്ങളിൽ സ്ഥിതവൈദ്യുതിയുടെ പ്രവാഹം കാരണമാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നൽ രക്ഷാ ചാലകം കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് മിന്നൽ രക്ഷാചാലകം കണ്ടെത്തിയത്. മിന്നൽ രക്ഷാചാലകത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ചെമ്പ്. മിന്നൽ രക്ഷാചാലകത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ചെമ്പ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹവും ചെമ്പ് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.